തൻ്റേതല്ലാത്ത കാരണത്താൽ മരണം വരെ വേദന അനുഭവിച്ചവൻ. സൂതപുത്രൻ എന്ന പേരിൽ അപമാനവും അവഗണനയും നേരിടേണ്ടി വന്നു. എന്തിന്? സ്വന്തം മാതാവിൻ്റെ സ്നേഹവാത്സല്യം പോലും കർണന് ലഭിച്ചില്ല. എന്നിട്ടും മാതാവിൻ്റെ അഭ്യർത്ഥന തള്ളിക്കളയാൻ കർണനായില്ല. അതായിരുന്നു കർണൻ. കർണനു പകരം കർണൻ മാത്രം. കുന്തി ദേവിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ചെറിയ പ്രായത്തിൽ കവിഞ്ഞ പക്വതയും വിനയവും അവർ കാണിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കൊട്ടാര സന്ദർശനത്തിനായി ദുർവാസാവ് എത്തുന്നു. മഹർഷിക്ക് ആവശ്യമായ പരിചരണങ്ങളെല്ലാം കുന്തി നൽകി. സന്തോഷവാനായ മഹർഷി കുന്തിക്ക് 5 മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മകളെ, നിനക്കാവശ്യമുള്ളപ്പോൾ ഈ മന്ത്രങ്ങൾ നിനക്ക് പ്രയോജനപ്പെടും. അങ്ങനെ അത് പറഞ്ഞ് അനുഗ്രഹിച്ച് മഹർഷി യാത്രയായി. മന്ത്രങ്ങൾ കിട്ടിയ കുന്തിക്ക് ഇത് ഫലിക്കുമോ എന്നറിയാനുള്ള ആകാംക്ഷയായി. ഒടുവിൽ കുന്തി ഒരു തീരുമാനമെടുത്തു. പരീക്ഷിക്കുക തന്നെ. ലോകത്തിന് മുഴുവൻ വെളിച്ചം നൽകുന്ന സൂര്യദേവനെ തന്നെ മന്ത്രം ജപിച്ച് വിളിച്ചു നോക്കാമെന്നായി. കുന്തി മഹർഷി പറഞ്ഞുകൊടുത്ത മന്ത്രം ജപിച്ചു തുടങ്ങി. അത്ഭുതം! സർവാഭരണ വിഭൂഷിതനായ സാക്ഷാൽ സൂര്യദേവൻ പ്രത്യക്ഷപ്പെട്ടു. പകച്ചുപോയ കുന്തിയോട് സൂര്യദേവൻ ചോദിച്ചു, എന്ത് വരമാണ് വേണ്ടത്? കൂപ്പുകൈകളോട് കൂടി കുന്തി പറഞ്ഞു, അവിടുന്ന് ക്ഷമിക്കണം, എനിക്ക് വരങ്ങൾ ഒന്നും വേണ്ട. എന്നാൽ ആവശ്യമില്ലാതെ തന്നെ വരുത്തിയതിന് പകരമായി സൂര്യദേവൻ സന്താന ഭാഗ്യം നൽകി. കുഞ്ഞിനെ നൽകിയ സൂര്യദേവൻ അപ്രത്യക്ഷനാകുകയും ചെയ്തു. കവചകുണ്ടലങ്ങളോടും സൂര്യ തേജസ്സോടും ജനിച്ച ആ കുഞ്ഞിനെ നോക്കി കുന്തി പകച്ചു നിന്നു. അവിവാഹിതയും കന്യകയുമായ കുന്തി ലോകരെ ഭയന്ന് കുട്ടിയെ ഒരു പേടകത്തിലാക്കി ഒഴുക്കിവിട്ടു. യമുനാ നദിയുടെ ഓളങ്ങളിലൂടെ ഒഴുകി നടന്ന പേടകം ധൃതരാഷ്ട്ര തേരാളിയായ അതിരഥന് കിട്ടി. പെട്ടി തുറന്നു നോക്കിയ അതിരഥൻ അത്യധികം സന്തോഷിച്ചു. മക്കളില്ലാതെ വിഷമിക്കുന്ന തങ്ങൾക്ക് ദൈവം നൽകിയ അനുഗ്രഹമായിരിക്കും ഈ കുഞ്ഞെന്ന് വിചാരിച്ച് തൻ്റെ ഭാര്യ രാധയുടെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചു. സ്വന്തം മകനെ പോലെ അതിരഥനും രാധയും അവനെ ലാളിച്ച് വളർത്തി. കർണാഭരണങ്ങളോട് കൂടിയവനായതിനാൽ കർണൻ എന്ന പേരുമിട്ടു. സൂതഗൃഹത്തിൽ വളർന്ന കർണൻ കളിയാക്കലുകൾ കേൾക്കേണ്ടി വന്നു. അസ്ത്രവിദ്യ പഠിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹവുമായി ക്ഷത്രിയ വിരോധിയായ പരശുരാമനെ തെറ്റിദ്ധരിപ്പിച്ച് കർണൻ അസ്ത്രവിദ്യ പഠിച്ചു. പക്ഷേ കർണൻ ബ്രാഹ്മണനല്ലെന്ന സത്യം മനസ്സിലാക്കിയ ഗുരു പ്രിയ ശിഷ്യനെ ശപിച്ചു. നീ എന്നിൽ നിന്നും കള്ളം പറഞ്ഞ് പഠിച്ചെടുത്ത വിദ്യകൾ അത്യാവശ്യ ഘട്ടത്തിൽ മറന്നു പോകട്ടെ. കർണന്റെ മരണത്തിന്റെ മറ്റൊരു കാരണം ഇന്ദ്രന്റെ ചതിയാണ്. തന്റെ പുത്രനായ അർജുനനെ രക്ഷിക്കാനായി വേഷം മാറി വന്ന് ദാനധർമ്മിയായ കർണനോട് കവചകുണ്ടലങ്ങൾ വാങ്ങി. അവിടെയും ചതിയാണെന്നറിഞ്ഞിട്ടും തൻ്റെ ജീവന്റെ ഭാഗമായ കവചകുണ്ടലങ്ങൾ കർണൻ യാതൊരു മടിയും കൂടാതെ നൽകി. കൗരവ സൈന്യത്തിന്റെ ബലവും സേനാധിപതിയുമായ ദ്രോണാചാര്യർ കൊല്ലപ്പെട്ടതോടെ കർണൻ സേനാധിപതിയായി യുദ്ധം ചെയ്തു. ഒരുപക്ഷെ ദ്രോണാചാര്യരെ പോലെ യുദ്ധം നയിക്കുവാൻ കർണനും കഴിയുമെന്ന ബോധ്യപ്പെട്ടതുകൊണ്ടാകാം ദുര്യോധനൻ കർണനെ സേനാധിപതിയായി നിയോഗിച്ചത്. ദുര്യോധനൻ കർണനെ തൻ്റെ സഹോദരനെ പോലെ കണ്ട് സ്നേഹിച്ചിരുന്നു. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പാണ്ഡവർക്ക് രക്ഷകനായത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. വില്ലാളി വീരനും ദാനധർമ്മിയും ആരാലും വധിക്കാൻ കഴിയാത്ത കർണനെ പോർക്കളത്തിൽ അർജുനന് വധിക്കാൻ കഴിഞ്ഞതും ഭഗവാൻ കൃഷ്ണന്റെ സാന്നിധ്യം കൊണ്ടാണ്. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാതെ ജീവിക്കേണ്ടി വന്നവൻ വില്ലാളി വീരനും ദാനധർമ്മിയുമായ കർണൻ മഹാഭാരതത്തിലെ ശക്തമായ ഒരു കഥാപാത്രം തന്നെയാണ്.